15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന PP തങ്കച്ചൻ, പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമൻ, ഇവർക്കൊക്കെയും സഭ ഇന്ന് അനുശോചനം രേഖപ്പെടുത്തും. അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം സഭ പിരിയും. പക്ഷേ ഇതിൽ ഏറ്റവും ഈ ഉദ്വേഗമായിട്ടുള്ളത് പറഞ്ഞതുപോലെ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിലാണ്. PR പ്രവീണയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. PR പ്രവീണ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് ആണ് സഭാ സമ്മേളനം തുടങ്ങുന്നത്. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ 3 പേർക്ക്, അതായത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന PP തങ്കച്ചൻ, പീരുമേട് MLA വാഴൂർ സോമൻ എന്നിവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് ഇന്ന് സഭ പിരിയും. ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഏറ്റവും കൗതുകമായി നിൽക്കുന്നത്, ഏറ്റവും ഉദ്യോഗമായി നിൽക്കുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, അക്കാര്യം അറിയിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയ, ഇനി മുതൽ സഭയിലെത്തിയാൽ പുതിയ ബ്ലോക്കായി ഇരിക്കേണ്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തുമോ എന്നുള്ളതാണ്. ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നുള്ളത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ന് എത്തുന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. വീടിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ തനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നത്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ പരിപാടിയിൽ, ഇന്നത്തെ സഭാ സമ്മേളനത്തിലേക്ക് എത്തുമോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഇനി ഒരുപക്ഷെ അദ്ദേഹം വന്നാൽ തന്നെയും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UDF മുന്നണിയുടെ ഭാഗമായി ഇരിക്കാൻ കഴിയില്ല. UDFിൻ്റെ സീറ്റുകൾ അവസാനിക്കുന്നിടത്ത് ആയിട്ടായിരിക്കും അദ്ദേഹത്തിനുള്ള പുതിയ ഇരിപ്പിടം നൽകുക. പുതിയ ബ്ലോക്കായിട്ടാണ് ഇരിക്കേണ്ടി വരിക. അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു പരിപാടികളിലോ അല്ലെങ്കിൽ ചർച്ചകളിലോ ഒന്നും തന്നെ ഇനി സജീവമാകാനും കഴിയില്ല. ഏതെങ്കിലും വിഷയത്തിൽ ചർച്ചയ്ക്കായി സമയം കൊടുത്താൽ അതിനുള്ള സാധ്യത തുച്ഛമാണ് എന്നുള്ളതാണ് സ്പീക്കർ ഇന്നലെ അറിയിച്ചത്. അങ്ങനെ കൊടുത്താൽ തന്നെ 1 മിനിറ്റിൽ ആ ചർച്ച അവസാനിപ്പിക്കേണ്ടിയും വരും. രാഹുൽ എത്തുമോ എന്നുള്ളതിൽ കോൺഗ്രസിൽ തന്നെ 2 അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. VD സതീശൻ അടക്കം മുതിർന്ന പല നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലേക്ക് എത്തുന്നതിനോട് യോജിപ്പില്ല. ഭരണപക്ഷത്തിനെതിരെ വലിയൊരു പോർമുഖം തുറക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആയുധമായി രാഹുൽ മാങ്കൂട്ടം എത്തിയാൽ ആ വിഷയം ഭരണപക്ഷം ഉന്നയിക്കുമെന്നുള്ള ഒരു ആശങ്ക, ഒരു കാര്യം അത് രാഹുലിനെ തന്നെയും മുതിർന്ന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ രാഹുൽ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു സംഭവം കണക്കിലെടുക്കുകയാണെങ്കിൽ രാഹുൽ സഭയിലേക്ക് എത്തില്ല. പക്ഷേ രാഹുൽ സഭയിലേക്ക് എത്തിയില്ലെങ്കിൽ, സ്ഥിരമായി എത്തിയില്ല, 12 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. ഈ 12 ദിവസവും എത്തിയില്ലെങ്കിൽ അവധിക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലൊരു അപേക്ഷയും കഴിഞ്ഞ ദിവസം വരെയും നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ദിവസം വന്ന് അറ്റൻഡ് ചെയ്ത ശേഷം തിരികെ പോകുമോ എന്നുള്ളതും അറിയില്ല. ഏതെങ്കിലും ഒരു ദിവസം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ പിന്നീട് അവധിക്ക് അപേക്ഷ നൽകേണ്ട കാര്യവുമില്ല. അപ്പോൾ എന്താണ് രാഹുലിൻ്റെ നീക്കം എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വരുന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടുമില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയം. പ്രവീണ, ഇപ്പോൾ നിർണായകമായ പല ബില്ലുകളും ഒക്കെ പരിഗണനയ്ക്ക് വരുന്ന ഒരു സഭാ സമ്മേളനം കൂടിയാണ് ഇത്. കാരണം ഈ അവധി ദിവസങ്ങളൊക്കെ മാറ്റിവെച്ചാൽ 12 ദിവസം മാത്രം സമ്മേളിക്കുന്ന ഒരു സഭാ സെഷനാണ് ഇന്നിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പല ബില്ലുകളും പരിഗണനയ്ക്ക് വരുന്നു. അതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രതിസന്ധി, അതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ ആവനാഴിൽ സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ നിരവധി ആയുധങ്ങളുണ്ട്. ഇപ്പം പോലീസിന്റെ 3ാം മുറ അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ സഭയിൽ കാര്യമായ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകുന്ന രീതിയിൽ ഇതൊക്കെയും പ്രതിപക്ഷം അവതരിപ്പിക്കും അല്ലേ? വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ വാഗ്വാദങ്ങൾക്കും നിയമസഭ സാക്ഷിയാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കൂടിയാണ് സഭാ സമ്മേളനം ചേരുന്ന സമയമുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതൊരു വലിയ വിഷയമായി തന്നെ ഉന്നയിക്കും. ഇപ്പോൾ തന്നെ നിലവിൽ പാർട്ടി ഭേദമന്യേ പലരും, അതിപ്പോൾ DYFI പ്രവർത്തകരുണ്ട്, SFI പ്രവർത്തകരുണ്ട്, CPM പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അങ്ങനെ ഒത്തിരി പേർ കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചുള്ള പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നിട്ടുണ്ട്.
സ്വാഭാവികമായും ഇതുതന്നെയാകും സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷ ആയുധം. ഇതിന്മേൽ തന്നെയായിരിക്കും ആദ്യ ദിവസം മുതലുള്ള മുഖ്യമന്ത്രി ഇതുവരെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. ആരോപണ വിധേയരായവർക്കെതിരെ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുജിത്തിനെതിരെ കസ്റ്റഡി മർദ്ദനം ഉണ്ടായ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ഇതുവരെ നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ ആദ്യ ദിനം മുതൽ തന്നെ ഈ വിഷയം സജീവമാക്കി നിർത്താനായിരിക്കും ആലോചിക്കുക. ചോദ്യോത്തര വേളയിൽ മാത്രമല്ല അടിയന്തര പ്രമേയത്തിലുമെല്ലാം ഈ വിഷയം കൊണ്ടുവരാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ വീഴ്ച, അത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുന്നതടക്കമുള്ള ഉറവിടം കണ്ടെത്താനാകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. GST വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ സർവകലാശാലകളിൽ VC-മാരില്ലാത്ത വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ സർക്കാരിനെതിരെ പൊരുതാൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ശരി പ്രവീണ, ഓക്കെ. അപ്പം നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ, കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കും. ഈ ഇന്നത്തെ ദിവസം നമ്മളെല്ലാം നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിലാണ്. ഇപ്പോൾ പ്രവീണ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, രാഹുൽ വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷയും നൽകിയിട്ടില്ല. 12 ദിവസം ഇതിപ്പോൾ ഈ അവധിയൊക്കെ മാറ്റിവെച്ചാലും ഈ ഒരു സെഷൻ 12 ദിവസം നീണ്ടു നിൽക്കും. അപ്പം ആ ദിവസങ്ങളിലൊക്കെയും എത്തില്ല. ആബ്സെൻ്റ് ആണെങ്കിൽ നേരത്തെ അവധി അപേക്ഷ നൽകണം. പക്ഷേ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പം വരുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസവും വരുമോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ദിവസം മുന്നോട്ട് പോകുന്നത് എന്ന്.